ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഇവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ഫീലിങ്സ് എത്തരത്തിലാണ് നിങ്ങളോടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം. ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഉള്ള ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സോ തർക്കങ്ങളോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സൗന്ദര്യപ്പിണക്കം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വഴക്കിന് ശേഷം ചിലപ്പോൾ രണ്ടുപേരും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം, ചിലർക്ക് കുറച്ച് ദിവസങ്ങളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അങ്ങോട്ട് വന്ന് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരതിനകത്തൊരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കുറച്ച് ഈഗോയോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം നിങ്ങളോടുണ്ട്. ആ ഒരു ഡീപ്പ് ലവ് നിങ്ങളോടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും ഒരു സ്നേഹം ഉണ്ടായിട്ടും അവരായിട്ട് നിങ്ങളിലേക്ക് വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേ ബി ആ ഒരു വ്യക്തി വരാതെ തന്നെ നിൽക്കുന്നത് നിങ്ങൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. എങ്കിലും ആ ഒരു പിണക്കവും കാര്യങ്ങളൊന്നും മേക്കപ്പ് ആയിട്ടുണ്ടാവില്ല. രണ്ടുപേരുടെ മനസ്സിനകത്ത് പരിഭവത്തോടു കൂടി പോകുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ കറൻ്റ്ലി ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അനക്കവും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്തൊട്ടും ആക്റ്റീവ് അല്ലാതെ ഇവർ ഇരിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. കാരണം മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, നിങ്ങൾ ചിലപ്പോൾ അവരില്ലാതെ ഓക്കെ ആണോ, ഹാപ്പി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ പുറമെ നിങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത പോലെ, അല്ലാന്നുണ്ടെങ്കിൽ വഴക്കിട്ടിരിക്കുന്ന പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ തിരിച്ചു വരണോ എന്നവർ ആലോചിക്കുമ്പോൾ പോലും നമുക്കിവിടെ കാണാം ആ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ബന്ധം ഇപ്പോഴത്തെ ആ ഒരു ചെറിയ ഗ്യാപ്പ് മാറ്റി വളരെയധികം ദൃഢമാവണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വളരെ ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് അത്രയും സ്ട്രോങ് ആവണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഒരു ബോണ്ടിങ്ങിലേക്ക് വരണം എന്നുള്ളതാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചില ഈഗോ ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളായിട്ട് വരട്ടെ എന്ന് വിചാരിക്കാനാണ് സാധ്യത. ചിലർക്ക് ചിലപ്പോൾ സിറ്റുവേഷൻ പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു മതിൽ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ചില വ്യക്തികൾക്കൊരു കാര്യമുണ്ട്, എത്രയൊക്കെ മനസ്സിനകത്തുണ്ടെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് വെക്കും. ചിലപ്പോൾ എത്ര അടുത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ ഒരു മൈൻഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അവരെന്താണെന്നുള്ളത് റിയലി ആ ഒരു പേഴ്സണ് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ അവരുടെ ഒരു മൈൻഡ് ഗെയിം ഒക്കെ കളിക്കുന്ന പേഴ്സൺസും ആവാം. അതായത് എത്ര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് വഴക്കിടുന്നൊരു സമയത്തൊക്കെ അവർ ആ ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോലും നോക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈസ് ഓഫ് കപ്സിൻ്റെയൊക്കെ എനർജിയാണ്, ഈസ് ഓഫ് വാട്ടർ എനർജിയാണ്. അത്രയധികം സ്നേഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്.
അത്രയും ആ ഒരു സ്നേഹം. ഇനി അത് മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ വൈസ് മാത്രമല്ല, ഫിസിക്കലി ഒക്കെ നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലും ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടുന്ന ഏതൊക്കെ തരത്തിലുള്ള ഇഷ്ടമുണ്ടോ അങ്ങനെയുള്ള എല്ലാ ഇഷ്ടവും നിങ്ങളോട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, നിങ്ങളോട് ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഒരുപാട് സ്നേഹം നിങ്ങളോട് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കലി അല്ലെങ്കിൽ സെക്ഷലി ഒക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി ആയിരിക്കാം. ഭയങ്കരമായിട്ടുള്ള നിങ്ങളോടൊരു ആകർഷണം തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും ആ ഒരു ഡെപ്തിലേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ റീഡിങ്ങിനകത്ത് ഇങ്ങനെ കണ്ടതുകൊണ്ട് എന്നാൽ നിങ്ങളുടെ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയി മിണ്ടിയേക്കാം, റീഡിങ്ങിനകത്ത് ഇങ്ങനെയാണല്ലോ കണ്ടതെന്ന് പറഞ്ഞിട്ട് പോയി നിങ്ങളായിട്ട് ആക്ഷൻ എടുത്തൊന്നും ചെയ്യരുത്. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും ഒരു ആക്ഷൻ എടുക്കരുത്. ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു പേഴ്സണൽ റീഡിങ്ങിന് ശേഷമായിരിക്കണം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വെയിറ്റിംഗ് എനർജിയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്കിവിടെ കാണാം ആ ഒരു പേഷ്യൻസ് എനർജി. അപ്പോൾ ആളായിട്ട് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് എന്താണോ, നിങ്ങളോടുള്ള അവരുടെ മനസ്സിലുള്ള എല്ലാ ഫീലിങ്സും എന്താണോ അതെല്ലാം അവർ മനസ്സിനകത്ത് തന്നെ ഒതുക്കി നിർത്തുന്ന ഒരവസ്ഥയാണ്. എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ ഒരു നിങ്ങളോടുള്ള ഇഷ്ടം, താല്പര്യം, ഒരു ഇൻറ്റൻസ് ഡിസയർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം മനസ്സിനകത്ത് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു പേഷ്യൻസ് എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ മേ ബി ഇവിടെ നിങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ, അല്ലെങ്കിൽ ഈ ഒരു സൈലൻസ് നിങ്ങളായിട്ട് ബ്രേക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു റൈറ്റ് ടൈം അല്ല, കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു എനർജി ആയിരിക്കാം. വേണമെങ്കിൽ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ വൈസ് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഓടി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളവരും ഉണ്ടാവാം. പക്ഷെ അതിനൊരു ലെസ് ചാൻസേ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഴയ മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള നല്ല മുഹൂർത്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി എടുത്ത് നോക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും. ഈ ഒരു പേഴ്സൺ വളരെയധികം ആ ഒരു മെമ്മറീസ് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഓർമ്മ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കലിയും ഈ ഒരു പേഴ്സൺ ആ ടൈമിലൊക്കെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഇവിടുത്തെ പല എനർജീസ് കാണുമ്പോഴത്തേക്കും ഇത് ഒരു ടൈം പാസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഇതിനകത്തുള്ള ഒരു ബന്ധം തന്നെയാണ്. അപ്പോൾ അത്രയധികം ആ ഒരു ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു റീകൺസിലിയേഷൻ എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇനിയും ഈ ഒരു ബന്ധത്തിനകത്ത് വേണം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി കുറച്ചൊരു മെച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഏജ് വൈസ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെ മെച്ചുവറായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അവരുടെ മനസ്സിനകത്തുള്ള പല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ചിലപ്പോൾ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാതെ ഒന്ന് ഒതുക്കി വെച്ച് നിൽക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കാം. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം, വ്യക്തി എബ്രോഡ് ആയിരിക്കാം. അല്ല മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാട്ടർ ബോഡീസിൻ്റെ അടുത്തായിരിക്കാം നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെയോ ഒക്കെ വീട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് ബാല്യകാലം മുതൽ അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച വ്യക്തികളോ, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അറിയുന്ന നമ്മളുടെ റിലേറ്റീവ്, അങ്ങനെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ആ ഒരു ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരുമിച്ച് സഹകരിച്ച് പോരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാസ്സസിലൊക്കെ അറ്റൻഡ് ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം. അവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഏജ് വൈസ് കുറച്ച് മുതിർന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കുറച്ച് ഏജ്ഡ് ആയിട്ടൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ഒരു കുട്ടിയെ പോലെ ആയിരിക്കണം ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകുന്നു. ചിലപ്പോൾ ഏജ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾ ഒരു 50 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും പല രീതിയിലുള്ള പെരുമാറ്റത്തിലും അല്ലെങ്കിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത് ഒരു കുട്ടിയെ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാണോ ഒരു ടീനേജ് ലവ് ഒക്കെ ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് എങ്ങനെയാണോ കപ്പിൾസ് തമ്മിൽ ഇടപെടുന്നത് ആ ഒരു തരത്തിലൊക്കെ ആയിരിക്കണം ചിലപ്പോൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കുഞ്ഞിനെ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു പാമ്പറിങ് ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം.
അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു മിക്സ്ഡ് ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പ്ലാനിങ്ങിലാണ് ഈ ഒരു വ്യക്തി എന്നും പറയാം. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങളിവരൊട്ടും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നേരത്തെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തിയോട് ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ട് നിങ്ങളുടെ ബന്ധം വീണ്ടും ഓക്കെ ആക്കുന്ന, അല്ലെങ്കിൽ വഴക്കുകളൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒട്ടും ഇവരെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു ഗർവിൽ തന്നെ ഇരിക്കുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പേഴ്സൺ അത്യാവശ്യം ഒരു ടെൻസ്ഡാണ്. എങ്കിലും ആ ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ആംഗിളിൽ ചിന്തിക്കുന്നുണ്ടോ അതുപോലെയൊക്കെ ഇവരും ചിന്തിക്കുന്നുണ്ടാവാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാത്തത്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ എന്നെ പൂർണ്ണമായിട്ടും ഇഷ്ടമില്ലാതായി കഴിഞ്ഞു, അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു അറിവുമില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് മുഴുവൻ നമ്മളുടെ ഒരു ആ സമയത്തെ ചിന്താഗതി എങ്ങനെയാണോ അത്തരത്തിൽ നമ്മൾ മെനഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു വെയിറ്റിംഗ് എനർജിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കിനി ഇവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു എനർജിയാണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും അവരുടെ ഫ്യൂച്ചറിലും നിങ്ങൾ അവരോടൊപ്പം തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ഭാഗമായി തീരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു ബന്ധം കൊണ്ടുപോകാനാണ് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അത്രയും ഒരു വാല്യൂ നിങ്ങളുടെ ബന്ധത്തിന് ഈ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡിസ്ഹോണസ്റ്റി എന്നുള്ള ഒരു എനർജിയാണ്. ബൈ ലൈൻ ഐ റിപ്പ് ഡസ് എപ്പാർട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെയോ നുണകൾ തീർച്ചയായിട്ടും നിങ്ങളെ അകറ്റിയിട്ടുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുടെ എന്തെങ്കിലും ഒരു കള്ളത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനെ തുടർന്നുണ്ടായ ഒരു വഴക്കിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പം മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി തന്നെയാണ്. അതായത് അവരുടെ ഒരു തെറ്റെന്താണെന്നുള്ളത് അവർക്ക് സ്വയം അറിയാമെന്നുള്ളതാണ്. പുറമെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അറിയാം. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നെഗ്ലക്റ്റഡ് എന്നുള്ള ഒരു എനർജിയാണ്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നൽകാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ടൈം ആയിരിക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവർ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഉണ്ടാവണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു ആവശ്യം. അപ്പോൾ അത് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നടത്തി തരാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റുട്ടീൻ എന്തായിരുന്നു അതിൻ്റെ ഒരു താളം തെറ്റിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തന്നെ സ്വയമേ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്താണോ നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ എന്തായിരുന്നോ നിങ്ങളുടെ ആഗ്രഹം അതവർക്ക് നടത്തി തരാൻ സാധിച്ചിട്ടില്ല, അത് ഫെയിലായി എന്ന് അവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ബോധ്യമുണ്ട്. അപ്പോൾ പല റിലേഷൻഷിപ്പിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യമാണ്, മിക്കവരും ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഭൂരിഭാഗം വ്യക്തികളും ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മളുടെ പേഴ്സൺ നമ്മളോടൊപ്പം വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ടൈം നമ്മളോടൊപ്പം ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നമുക്കായിട്ട് മാത്രം മാറ്റി വെക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലും സാധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന വ്യക്തികളുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമാണ് മറ്റുള്ളൊരു ആംഗിളിൽ, അതായത് ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടി മാത്രം റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നവർ. അത്യാവശ്യം സിൻസിയറായിട്ടൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വ്യക്തികളും അവർ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കണം എന്നുള്ളതായിരിക്കും ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്നുള്ളത് കെമിസ്ട്രിയാണ്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അറ്റാച്ച്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് അട്രാക്റ്റ് ആവുന്നുണ്ട്. ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷലൊക്കെയുള്ള നിങ്ങളോടുള്ള ഒരു താല്പര്യം തന്നെയാണ് ഈ ഒരു കാർഡ് ഏകദേശം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരുപാട് പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങളെ നമുക്ക് ഇപ്പോൾ കാണണം, സംസാരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ആണത്. ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് റണ്ണർ എനർജിയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അപ്പോൾ ഈ ഒരു എനർജിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ ഇവരെ ചേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഇവരുടെ പിന്നാലെ നടന്നിട്ടുണ്ടാവാം. ഇവർ ചിലപ്പോൾ മൈൻഡേ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് കണ്ടതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും. അതായത് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വളരെ ഒരു ഗർവ് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, ആ ഒരു രീതിയിലായിരിക്കാം. ഇപ്പം നിങ്ങൾ ചെല്ലാത്തത് കൊണ്ടായിരിക്കും ഇനി ഞാൻ ഓടില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി എവിടെ നിന്നും മാറിപ്പോവില്ല എന്നുള്ള ആ ഒരു അഷുറൻസ് ആണത്, അല്ലെങ്കിൽ അവരിനി നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ്.
അപ്പോൾ മറ്റൊരു തരത്തിൽ നമ്മളിത് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിനി എവിടെ ഓടിപ്പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, എന്നെ ഫോളോ ചെയ്ത് വന്നോളൂ, അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കൂ, ഇത്രയും നാളത്തെ പോലെ ആവില്ല എന്നുള്ള ആ ഒരു തിങ്കിങ് കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എനർജീസ് എല്ലാം കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇപ്പം നമ്മൾ ഇവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ പോലും ചില കാര്യങ്ങളെല്ലാം ഇവരുടെ മൈൻഡിൽ ഓൾറെഡി എപ്പോഴും ഉള്ളൊരു സംഭവം തന്നെയാണ്. ചിലപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ആയിരിക്കാം കൂടുതലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ട് നിൽക്കുന്നൊരു ടൈമൊക്കെ കിട്ടുന്നത് അപ്പോഴായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങൾ തന്നെയുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം, അറ്റാച്ച്മെൻറ്റ്, ഇമോഷൻസ് എല്ലാം അവിടെ തന്നെയുള്ള ഒരു പേഴ്സണാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളുടെ സോഡിയക് സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഒരു സോഡിയക് സൈൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ്, അതുപോലെ തന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, അതുപോലെ തന്നെ അക്വേറിയസ്, ലിബ്ര, ജെമിനായി എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളിലേക്ക് വിടാതിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ചില ചെറിയ കാര്യങ്ങൾ, ഇഷ്യൂസൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചില കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസാണ്. എങ്കിലും ഇവിടുത്തെ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് വളരെയധികം കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്തില്ലാത്തതിൽ കുറച്ച് അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിലും പറയാം. അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള മിസ്റ്റേക്സും ഈ ഒരു പേഴ്സണ് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഒക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.